ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തെക്കുറിച്ചാണ്. ഒരേ സമയം ഒന്നിലേറെ രാജ്യങ്ങളിലെ തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ രൂക്ഷമായ ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിടുന്നത്. ഗാസയിലെ ഹമാസിൻ്റെയും ലെബനനിലെ ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കളെ ഉൾപ്പെടെ വധിച്ചാണ് ഇസ്രയേൽ ലോകമെമ്പാടും ചർച്ചകളിൽ നിറയുന്നത്. അതേസമയം തന്നെ യമനിലെ ഹൂതി വിമതർക്കെതിരായും ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ചുറ്റും കിടക്കുന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം എതിരായിരുന്നിട്ടും എല്ലാവരോടും പൊരുതി നിൽക്കുന്ന ഇസ്രയേൽ എന്ന ലോകത്തിലെ ഏക യഹൂദ രാജ്യത്തിൻ്റെ ചരിത്രവും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും നമുക്കൊന്നു അറിഞ്ഞുവരാം. പശ്ചിമേഷ്യയിൽ പരമ്പരാഗത വൈരികളായ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് നടുവിലായി കിടക്കുന്ന ലോകത്തിലെ ഏക യഹൂദ രാഷ്ട്രമാണ് ഇസ്രയേൽ. ചരിത്രത്തിൽ ഏറെ വേട്ടയാടപ്പെട്ട യഹൂദർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി രാജ്യമായി കിട്ടിയിട്ടും ശത്രുക്കളായ അയൽ രാജ്യങ്ങളോട് എന്നും പൊരുതാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്ത ജനതയെന്നാണ് യഹൂദരെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിനെയാകട്ടെ വാഗ്ദത്ത ഭൂമിയെന്നും. യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പുണ്യസ്ഥലങ്ങൾ ഈ മണ്ണിലുണ്ട്. വടക്ക് ലെബനനും സിറിയയും, തെക്ക് ചെങ്കടലും, കിഴക്ക് ജോർദാനും, പടിഞ്ഞാറ് ഈജിപ്തും മെഡിറ്ററേനിയൻ കടലുമാണ് ഇസ്രയേലിൻ്റെ അതിരുകൾ. അബ്രഹാമിൻ്റെ പുത്രൻ ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും മകനായ യാക്കോബിന് ദൈവം ഇസ്രയേൽ എന്ന് പേര് നൽകിയെന്നാണ് മതഗ്രന്ഥങ്ങൾ പറയുന്നത്. അങ്ങനെ യാക്കോബിൻ്റെ നേതൃത്വത്തിലുള്ള ഗോത്രം ഇസ്രയേൽ ജനമെന്നും പിന്നീട് ഇസ്രയേല്യരെന്നും തുടർന്ന് ജൂതന്മാരെന്നും വിളിക്കപ്പെട്ടു. ബൈബിളിലാണ് യാക്കോബിൻ്റെ വംശപരമ്പരയെക്കുറിച്ച് വിശദമായി പറയുന്നത്. ക്രിസ്തുവും യഹൂദമതത്തിലാണല്ലോ പിറന്നത്. വിവിധ ഭരണത്തിൻ കീഴിൽ കഴിഞ്ഞ യഹൂദർ AD 66 റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രയേലിൽ വലിയ ക്ഷാമമുണ്ടായെന്നും യഹൂദർ റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപത്തിനിറങ്ങി എന്നും റോമാ സാമ്രാജ്യം ആ കലാപം അടിച്ചമർത്തി എന്നുമാണ് ചരിത്രം. റോമാ സാമ്രാജ്യത്തിൽ നിന്നും കൊടിയ പീഡനങ്ങളാണ് യഹൂദർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കി, ജീവനോടെ കിട്ടിയവരെ അടിമകളാക്കി. ജീവനും അഭിമാനവും കാക്കാൻ യഹൂദർ ഇസ്രയേൽ വിട്ടോടി. റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ഓട്ടോമൻ സാമ്രാജ്യം ഇസ്രയേൽ ഭൂമി കൈയടക്കി. ഇതിനിടയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ യഹൂദരെ കൂട്ടക്കൊല ചെയ്യാൻ ആരംഭിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതോടെ ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടൻ അവിടം ജൂത പൈതൃക ഭൂമിയാക്കി മാറ്റിയതോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യഹൂദർ ഇവിടേക്ക് തിരിച്ചെത്താൻ തുടങ്ങി. ഇതോടെ പരമ്പരാഗതമായി ഇവിടെ താമസിച്ചിരുന്ന അറബികളുമായി തർക്കത്തിലും യുദ്ധത്തിലും ഏർപ്പെടേണ്ട സാഹചര്യം യഹൂദ സമൂഹത്തിനുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അന്ത്യത്തോടെയാണ് ഈ പ്രദേശത്ത് ഒരു സ്വതന്ത്ര പരമാധികാര ജൂതരാഷ്ട്രം നിലവിൽ വരുന്നത്. ബ്രിട്ടീഷുകാർ ഈ മണ്ണ് വിട്ടുപോയതോടെ 1948 മെയ് 14 അർദ്ധരാത്രിയിൽ ഇസ്രയേൽ എന്ന ഒരു പുതിയ രാജ്യം ജന്മമെടുത്തു. ജനിച്ചു വീണത് രക്തച്ചൊരിച്ചിലിലേക്കായിരുന്നു. അറബ് രാജ്യങ്ങളായ ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, ലെബനൻ, ഇറാഖ് എന്നിവർ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ചു. ജോർദാൻ സൈന്യം കിഴക്കൻ ജെറുസലേം കീഴടക്കി. ജോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള പ്രദേശത്തിൻ്റെ 29% ഇസ്രയേലിന് ലഭിച്ചു. ജൂദിയായിലെ പർവ്വത പ്രദേശങ്ങളും സമരിയായും അടങ്ങുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദാനും കൈവശപ്പെടുത്തി. ഗാസ മുനമ്പിൽ ഈജിപ്റ്റ് അവകാശം സ്ഥാപിച്ചു. അതേസമയം ഈ മണ്ണിലെ പാലസ്തീൻകാരായ അറബികൾക്ക് ഈ യുദ്ധത്തിൽ ഒന്നും നേടാനായുമില്ല, ഉള്ളതെല്ലാം നഷ്ടമാകുകയും ചെയ്തു. പിറന്ന നാടുപേക്ഷിച്ച് 7 ലക്ഷത്തിലേറെ പലസ്തീനികൾ അന്ന് അഭയാർത്ഥികളായി മാറി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാർ ഇസ്രയേലിലേക്കെത്തി. കിട്ടിയ മണ്ണിൽ യഹൂദർ സ്വർഗം പണിതെങ്കിലും ചുറ്റുമുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. 1967 അറബ് രാജ്യങ്ങൾ വീണ്ടും ഇസ്രയേലുമായി യുദ്ധത്തിലേർപ്പെട്ടു. ഇത്തവണ വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രയേൽ പിടിച്ചെടുത്തു. പിന്നീട് അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി നേർക്കുനേർ പോരിന് തയ്യാറായില്ല.
പലസ്തീനിലെ PLO, ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ സായുധ സംഘങ്ങൾക്ക് പണവും ആയുധവും നൽകി അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ ആവും വിധം ശ്രമിച്ചു. ഒരു കാലത്ത് ഇസ്രയേലിൻ്റെ ഉറ്റച്ചങ്ങാതിയായിരുന്ന ഇറാനാണ് ഈ സായുധ സംഘങ്ങളിൽ പലതിനെയും പാലൂട്ടി വളർത്തി ഇസ്രയേലിനെതിരെ തിരിച്ചത് എന്നതും മറ്റൊരു വൈരുദ്ധ്യമാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു അതിർത്തി തർക്കമല്ല. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുള്ള തർക്കവും മതവും വിശ്വാസവും വംശീയ വിദ്വേഷവും എല്ലാം നിറഞ്ഞ വൻ സംഘർഷം തന്നെയാണ്. ഈ മണ്ണിലെ സ്ഫോടനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഉടനൊരു അറുതി ഉണ്ടാകാനും ഇടയില്ല.